ഇന്ന് നമ്മളോട് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഷ്രിമ്പ് ഫ്രൈഡ് റൈസ് ആണ്. നമുക്ക് നോക്കിയിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. ഞാനിവിടെ ബസ്മതി അരി വേവിച്ച് വെച്ചിട്ടുണ്ട്. അരി നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ കുറച്ച് വെള്ളം കൂടുതൽ ഒഴിച്ചിട്ട് അരി നമുക്കൊരു 3/4 ഭാഗം വേവിക്കാം. അരി ഒരു 3/4 ഭാഗം വെന്ത് കഴിയുമ്പോൾ ആ റൈസിൽ നിന്ന് വെള്ളം മാറ്റി കളയാം. നമ്മൾ അരി വേവിച്ചെടുക്കുമ്പോൾ ഒട്ടും വേവ് കൂടരുത്. അരി 3/4 ഭാഗം മാത്രം വെന്താൽ മതി. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഷ്രിമ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് വേണം. നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിലേക്ക് വേണ്ടത് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ബീൻസ് എടുത്തിട്ടുണ്ട്, ഫ്രോസൺ ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്. ആ ക്യാരറ്റും ബീൻസും കുറച്ച് ചെറിയ പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. ഇതെല്ലാവരും കുറേശ്ശെ എടുക്കുക. 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് സോയാ സോസും ഹോട്ട് സോസും. ഈ 2 സോസും നമ്മുടെ ഫ്രൈഡ് റൈസിൻ്റെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ സോയാ സോസ് ഒരു 3 ടേബിൾ സ്പൂൺ മതിയാവും. ഹോട്ട് സോസ് 1 ടേബിൾ സ്പൂൺ മതിയാവും. നമ്മുടെ ഫ്രൈഡ് റൈസ് നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ബീൻസ് സ്പ്രൗട്ട്സും ഓണിയൻ സ്പ്രിങ്ങും എടുത്തിട്ടുണ്ട്. ഓണിയൻ സ്പ്രിങ് കുറച്ച് ചെറിയ പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഈ ബീൻസ് സ്പ്രൗട്ട്സ് നമുക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി, നമുക്ക് നിർബന്ധമില്ല. ഇനി നമുക്ക് വല്ല ചൈനീസ് ഷോപ്പിലോ അല്ലെങ്കിൽ കൊറിയൻ ഷോപ്പിൽ നിന്നൊക്കെ നമുക്ക് ഈ ബീൻസ് സ്പ്രൗട്ട്സ് നമുക്ക് വാങ്ങാൻ കിട്ടും. ഇനി നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വലിയൊരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. നമ്മൾ എടുക്കുമ്പോൾ കുറച്ച് വലിയ പാനിൽ നമുക്ക് ഉണ്ടാക്കാം. എന്നാൽ മാത്രമേ നമുക്ക് സുഖമായിട്ട് നമുക്ക് മിക്സ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. പിന്നെ നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഷ്രിമ്പ് ഒന്ന് വേവിച്ച് മാറ്റി വയ്ക്കാം. നമുക്ക് ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. ഇതിലേക്ക് നമുക്ക് ഷ്രിമ്പ് ഇടാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ആ ഷ്രിമ്പ് നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ തീ നന്നായിട്ട് കൂട്ടി വെച്ചിട്ടാണ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഷ്രിമ്പ് നമ്മൾ കൂടുതൽ നേരം ഇട്ട് വേവിക്കരുത്. കൂടുതൽ നേരം വേവിച്ചാൽ ഷ്രിമ്പ് ഭയങ്കര ഹാർഡായിപ്പോവും. ഇപ്പം നമ്മൾ ഷ്രിമ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഷ്രിമ്പ് എടുത്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ചും കൂടി എണ്ണ ഒഴിക്കാം. ഇനി നമുക്ക് ഈ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. ഈ ഷ്രിമ്പ് ഫ്രൈഡ് റൈസിൽ നമുക്ക് മുട്ടയും വേണമെങ്കിൽ ചേർക്കാം. ആ മുട്ടയും നമ്മൾ ചേർക്കുകയാണെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് കൊത്തി പൊരിച്ചിട്ട് വേണം മുട്ട ചേർക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിലിട്ടൊന്ന് മൊരിച്ചെടുക്കാം. നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെജിറ്റബിൾസ് എല്ലാം ഇട്ടിട്ടൊന്ന് വേവിക്കാം. നമുക്ക് ആദ്യം ഇതിലേക്ക് ക്യാരറ്റ് ചേർക്കാം, ബീൻസ് ചേർക്കാം, ഫ്രോസൺ ഗ്രീൻ പീസ് ചേർക്കാം. ഇതിൻ്റെ തുറന്നിട്ടിട്ടൊന്ന് വേവിക്കാം. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് പതുക്കെ നമുക്കൊന്ന് മൊരിഞ്ഞും കിട്ടും. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ഷ്രിമ്പ് ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന റൈസ് ചേർക്കാം. നമുക്ക് ഇനി നമുക്ക് ഇതിലേക്ക് സോയാ സോസ് ചേർക്കാം. നമുക്കൊരു 3 ടേബിൾ സ്പൂൺ ചേർക്കാം. നമുക്ക് ആദ്യം നമുക്കൊരു 3 ടേബിൾ സ്പൂൺ ചേർക്കാം. പിന്നെ നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടി ചേർക്കാം. നമുക്ക് ഇതിലേക്ക് കുറച്ച് ഹോട്ട് സോസും ചേർക്കാം. നമുക്ക് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് തീ നന്നായിട്ട് കൂട്ടി വെക്കുക. നമ്മൾ ഫ്രൈഡ് റൈസിലേക്ക് നമ്മൾ ഉപ്പ് ചേർക്കുമ്പോൾ കുറച്ച് ഉപ്പ് മാത്രമേ ഏറ്റവും ആദ്യം ചേർത്താൽ മതി. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സോയാ സോസിലേക്ക് നല്ല ഉപ്പുണ്ടാവും. പിന്നെ നമുക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ അവസാനം ചേർത്താൽ മതി. നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് സോയാ സോസ് കുറവുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി വേണമെങ്കിൽ ചേർക്കാം. സോയാ സോസ് ആവശ്യത്തിനുണ്ട്. നമുക്ക് കുറച്ച് ഉപ്പ് കുറവുണ്ട്, കുറച്ച് ഉപ്പ് ചേർക്കാം. നമുക്ക് തീ ഓഫ് ചെയ്യാം.
ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓണിയൻ സ്പ്രിങ് ഇടുക. നമുക്ക് ബീൻ സ്പ്രൗട്ട്സ് ഇടുക. നമുക്ക് എല്ലാം കൂടിയിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാം. നമുക്ക് നമ്മൾ ഈ ഓണിയൻ സ്പ്രിങ്ങും ബീൻ സ്പ്രൗട്ട്സ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ തീ ഓണാക്കരുത്, കാരണം അത് ചൂടായിട്ടുണ്ടെങ്കിൽ അതിന് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇപ്പം നമ്മുടെ ഷ്രിമ്പ് ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്.